വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇനി ആരോടാ പറയേണ്ടത്? ഇനി കാല് പിടിക്കണോ? തയ്യാറാ? ഒരു പരിധിയും വെക്കാതെ കാലാരുടെയൊക്കെ പിടിക്കണം. പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്ന നിരപരാധിയായ ഒരു ഉസ്താദിനെ, കാസർകോട്ടെ റിയാസ് മൗലവിയെ ആരും കൊല ചെയ്തപ്പോൾ നിങ്ങൾ ഈ വാക്ക് പറഞ്ഞോ സുരേഷ് ഗോപി? അതുപോലെ തന്നെ ഫഹദ് എന്ന 8 വയസ്സുകാരനായ പിഞ്ചുബാലനെ വർഗീയതയുടെ പേരിൽ അതിക്രൂരമായി ഒരു സംഘി കൊന്നു തള്ളിയപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞോ? ഫൈസൽ എന്ന മലപ്പുറത്തെ നിരപരാധിയായ മനുഷ്യനെ വെട്ടിനുറുക്കി ഇല്ലാതാക്കിയപ്പോൾ ആ വർഗീയവാദികൾക്കെതിരെ 2 അക്ഷരം നിങ്ങൾ സംസാരിച്ചോ? അപ്പോഴൊന്നും നിങ്ങൾ മിണ്ടിയില്ല. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഉത്തരേന്ത്യയിലെ ഞെട്ടിപ്പിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നപ്പോൾ മനുഷ്യരെ ക്രൂരമായി തല്ലിക്കൊന്ന് മതത്തിന്റെ പേര് പറഞ്ഞ് വിചാരണ ചെയ്ത് മൃഗീയമായിട്ടുള്ള രീതിയിൽ ജനക്കൂട്ടം തല്ലിക്കൊന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചോ? ഇല്ല. അന്നൊന്നും നിങ്ങൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കയ്യിൽ ഇറച്ചു വെച്ചു എന്നുള്ളതിന്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ റോഡിലിട്ട് തല്ലിക്കൊന്ന സമയത്തൊന്നും മിണ്ടാത്ത നിങ്ങൾ ഇപ്പോൾ മിണ്ടാൻ തുടങ്ങിയിരിക്കുന്നു. നഷ്ടം സ്വന്തം കുടുംബത്തിൽ, സ്വന്തം കൂട്ടത്തിൽ, സ്വന്തം പാർട്ടിക്കകത്ത്, കൂട്ടുകാർക്കിടയിൽ ഉണ്ടാകുമ്പോൾ മാത്രമുള്ള ഈ നിലവിളി ഏകപക്ഷീയമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പറഞ്ഞു വരുന്നത്, ആലപ്പുഴയിലെ BJP നേതാവിന്റെ കൊലപാതകത്തിൽ നിന്നുള്ള ആ ഒരു തിരിച്ചടിയിൽ നിന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു വമ്പൻ പ്രത്യാഘാതത്തിൽ നിന്നുള്ള മോചനത്തിൽ നിന്ന് ഇതുവരെ BJP പുറത്തു വന്നിട്ടില്ല. ആലപ്പുഴയിലെ BJP നേതാവിന്റെ കൊലപാതകത്തിൽ നിന്ന് ഇതുവരെ കേരളത്തിലെ BJP നേതാക്കൾ തിരിച്ചു വന്നിട്ടില്ല. അതൊരു വലിയ ഷോക്കായിരുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ തിരിച്ചടി, ഒരു വലിയ പ്രത്യാഘാതം. കൊലപാതകം നടക്കാൻ പാടില്ല. അതെവിടെ സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ എതിർത്ത് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. എന്നാൽ ഇന്ന് സുരേഷ് ഗോപി ഒരു വാർത്താ സമ്മേളനം നടത്തി. അതായത് അതേ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ തീർത്തും ഏകപക്ഷീയമാണ്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം MP ആയ സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെയാണ്: ഈ കൊലപാതകം അവസാനിപ്പിക്കാൻ ഞാൻ ആരുടെ കാലാണ് പിടിക്കേണ്ടത്? ഞാൻ എവിടെയാണ് പോകേണ്ടത്? ഇതൊന്ന് അവസാനിപ്പിച്ച് തരണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്തുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ട സമയം എന്ന് പറയുന്നത് മറ്റൊരു കൊലപാതകം കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ്. അതായത് അതേ ജില്ലയിൽ മറ്റൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. ആ വീട്ടിലേക്ക് സുരേഷ് ഗോപി പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഇത്തിരിയെങ്കിലും അതിൽ അർത്ഥമുണ്ടാകുമായിരുന്നു. പക്ഷേ ഒരാളുടെ വീട്ടിൽ മാത്രം പോയിട്ട് ഒരു MP ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് തീർത്തും ഏകപക്ഷീയമായിട്ടുള്ള സ്വരം എന്ന് ഞങ്ങൾക്ക് പറയാനാകും. കാരണം സുരേഷ് ഗോപി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെ കാലാണ് ഞാൻ പിടിക്കേണ്ടത് എന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒറ്റ സ്വരത്തിൽ പറയേണ്ടി വരും, RSSകാരുടെ കാല് തന്നെ പിടിക്കേണ്ടി വരും എന്ന്. സംഘപരിവാറിന്റെ കാല് തന്നെ പിടിക്കേണ്ടി വരും മിസ്റ്റർ സുരേഷ് ഗോപി. നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ആരും കൊല ചെയ്തത് ആരാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്വരത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും മതേതര സമൂഹം അതിന് മറുപടി നൽകും. അത് RSSകാരാണ്, സംഘപരിവാരുകാരാണ് എന്ന്. അതുകൊണ്ട് സുരേഷ് ഗോപി ഈ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള, നിങ്ങളുടെ സംഘടനക്കകത്തുള്ള ആളുകൾക്ക് തന്നെയാണ്. അവരെയാണ് കൊലപാതകത്തിൽ നിന്ന് പിന്നോട്ടേക്ക് വലിച്ചു കൊണ്ടുവരേണ്ടത്. അല്ലാതെ ബഹുസ്വര സമൂഹത്തിൽ വന്നിട്ട് ആരുടെ കാല് പിടിക്കണം എന്ന് ചോദിക്കുന്നത് തീർത്തും മതേതര സമൂഹത്തെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ, ഏകപക്ഷീയമായിട്ടുള്ള ഈ കാഴ്ചപ്പാടുകൾ ബഹുസ്വര സമൂഹം തള്ളിക്കളയുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.